രാഷ്ട്രീയ ചരിത്രത്തിലെ കനൽ വഴികളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സസ്പെൻഷൻ കഥയുണ്ട്. ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ അധ്യാപക ജോലിയിൽ നിന്നും പുറത്താക്കപ്പെടാൻ ഒരുങ്ങിയ PK മന്ത്രി എന്ന കാർട്ടൂണിസ്റ്റിന്റെ കഥ. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി കേരളം വിശ്വസിച്ചു പോന്ന ഒരു സത്യമുണ്ട്. കാർട്ടൂണിസ്റ്റ് മന്ത്രിയെ വേട്ടയാടിയത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയയാണെന്ന്. എന്നാൽ 53 വർഷങ്ങൾക്കിപ്പുറം ആ ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. CHന്റെ മകനും മുൻ മന്ത്രിയുമായ ഡോക്ടർ MK മുനീർ തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിരിക്കുന്നത്. മുനീറിന്റെ ഈ തിരുത്തൽ വാദം ചരിത്രത്തിൽ വിട്ടുപോയ ചില നിഗൂഢമായ കണ്ണികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. CH മുഹമ്മദ് കോയ എന്ന അതികായനായ രാഷ്ട്രീയ നേതാവ് ഈ സംഭവത്തിൽ നിരപരാധിയായിരുന്നുവെങ്കിൽ പിന്നെ ആരാണ് ആ കാർട്ടൂണിസ്റ്റിനെ വേട്ടയാടിയത്? ഭരണകൂടത്തിന്റെ തണലിലിരുന്ന് ഒരു കലാകാരന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ച ആ അദൃശ്യകരങ്ങൾ ആരുടേതായിരുന്നു? 1970കളിലെ കേരളത്തെ ഒന്ന് പരിശോധിക്കാം. അച്യുതമേനോൻ മന്ത്രിസഭയിൽ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലം. സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കാൻ അധ്യാപകരെ നിയമിക്കുവാനുള്ള സർക്കാർ നീക്കം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തി. അന്ന് ആറന്മുള MLA PN ചന്ദ്രസേൻ സഭയിൽ പറഞ്ഞ ഒരു തമാശ തനിനിറം പത്രം വലിയ വാർത്തയാക്കി. കവലകളിൽ കുട നന്നാക്കാൻ ആളെ കിട്ടുന്നില്ല, അവരെയൊക്കെ അറബി മുൻഷിമാരാക്കി എന്നതായിരുന്നു ആ പരിഹാസം. പന്തളം സ്കൂളിലെ ചിത്രരചന അധ്യാപകനായിരുന്ന PK മന്ത്രി ഈ പരിഹാസത്തെ കാർട്ടൂണാക്കി മാറ്റി. CHനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കാർട്ടൂണുകൾ തനിനിറത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെ സർക്കാർ ഉണർന്നു. അധ്യാപകനായിരുന്ന മന്ത്രിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ദശകങ്ങൾക്കിപ്പുറം CHന്റെ മകൻ ഡോക്ടർ MK മുനീർ ഈ സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. മുനീറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തനിനിറം പത്രത്തിൽ ബാപ്പയെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂണുകൾ വരുമായിരുന്നു. കാർട്ടൂൺ വരച്ചതിന് കാർട്ടൂണിസ്റ്റ് PK മന്ത്രിക്ക് ജോലി നഷ്ടമായി എന്ന വാർത്ത കണ്ടപ്പോഴാണ് ബാപ്പ വിവരം അറിയുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചു. തന്നോട് ചോദിക്കാതെ എന്തിന് നടപടിയെടുത്തു എന്ന് ചോദിക്കുകയും PK മന്ത്രിയെ തിരിച്ചെടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ചരിത്രത്തിന്റെ മറ്റൊരേട് മലയാറ്റൂർ രാമകൃഷ്ണൻ തന്റെ സർവീസ് സ്റ്റോറി എന്ന പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട്. അന്ന് വിജിലൻസ് സെക്രട്ടറി ആയിരുന്ന മലയാറ്റൂരിന്റെ മുന്നിലാണ് PK മന്ത്രിയെ പിരിച്ചുവിടുവാനുള്ള ഫയൽ എത്തുന്നത്. ആ ഫയലിൽ മന്ത്രിയെ പിരിച്ചുവിടണം എന്ന ശക്തമായ ശുപാർശ ഉണ്ടായിരുന്നു. ക്ലിഫ് ഹൗസിൽ CHനൊപ്പം പ്രഭാത ഭക്ഷണത്തിനിടെ മലയാറ്റൂർ ഈ വിഷയം അവതരിപ്പിച്ചു. രാമകൃഷ്ണൻ എന്തിനാണ് അയാളുടെ വക്കാലത്ത് പിടിക്കുന്നത് എന്നായിരുന്നു CHന്റെ മറുചോദ്യം. ഒടുവിൽ മലയാറ്റൂരിന്റെ നയപരമായ ഇടപെടലിലൂടെയും CHന്റെ മഹാമനസ്കത കൊണ്ടും PK മന്ത്രിയുടെ സസ്പെൻഷൻ പിൻവലിച്ചതായി മലയാറ്റൂർ തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവിടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. മുനീർ പറയുന്നത് പോലെ CH ഇതൊന്നും അറിഞ്ഞില്ലേ? അതോ മലയാറ്റൂർ എഴുതിയതുപോലെ CHനെ പ്രീതിപ്പെടുത്താൻ ഏതോ ഉദ്യോഗസ്ഥൻ കാട്ടിക്കൂട്ടിയ അതിബുദ്ധിയായിരുന്നോ ഈ സസ്പെൻഷൻ? CHനെ പോലെ വലിയ നർമ്മബോധമുള്ള ഒരാളെ ക്ഷുഭിതനാക്കാൻ തക്കവണ്ണം ആ കാർട്ടൂണുകളിൽ വ്യക്തിപരമായ അധിക്ഷേപം ഉണ്ടായിരുന്നോ? ഒരു കാർട്ടൂണിസ്റ്റിനെ വേട്ടയാടാൻ അധികാരത്തിന്റെ ഇടനാഴികളിൽ ഗൂഢാലോചന നടത്തിയ ആ ഉദ്യോഗസ്ഥർ ആരായിരുന്നു എന്ന് ഇന്നും വെളിപ്പെട്ടിട്ടില്ല. ശിക്ഷിച്ചവരും ശിക്ഷിക്കപ്പെട്ടവരും കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ആ പഴയ ഫയലുകൾ ഇന്നും ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. PK മന്ത്രിയുടെ കാർട്ടൂൺ സമാഹാരങ്ങൾ പുറത്തിറങ്ങുന്ന ഈ വേളയിൽ ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന സത്യം വെളിച്ചത്തു വരണം. ഒരു കാർട്ടൂണിസ്റ്റിനോട് ഭരണകൂടം ചെയ്ത അനീതിക്ക് കാലം നൽകുന്ന തിരുത്തലായിരിക്കണം അത്. കലയും അധികാരവും ഏറ്റുമുട്ടുമ്പോൾ ആത്യന്തികമായി കല തന്നെയാണ് അതിജീവിക്കുന്നത് എന്നതിന്റെ തെളിവാണ് PK മന്ത്രിയുടെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഓർമ്മകൾ.